നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ കൃത്യമായിട്ട് അറിയിക്കുക. നാം ഈ ദിവസങ്ങളിലായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് ദൈവരാജ്യ പ്രവേശന വിളംബര യാത്രയുടെ കൃത്യമായ ഒരു പ്രോഗ്രാമാണ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ദൈവരാജ്യത്തിൽ ഒരു വ്യക്തിക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്കെല്ലാവർക്കും അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? നല്ല സ്ഥാനങ്ങളിൽ എത്തുവാനായിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നാം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു നല്ലൊരു പൊസിഷനിൽ ഒരു മനുഷ്യൻ എത്തണമെങ്കിൽ പല കടമ്പകൾ ഒരു പക്ഷേ കിടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നാം ചെയ്യാറുള്ളത്. ദൈവരാജ്യം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, സ്വർഗം, നമ്മുടെ ദൈവത്തിൻ്റെയാണ് സ്വർഗം. ആ സ്വർഗത്തിൽ നമ്മളെ എത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി ദൈവം ചെയ്ത കാര്യമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുവാനിടയായി. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമായവൻ മനുഷ്യനായി ഇവിടെ അവതരിച്ച് നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുകയും അതിലാര് വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് സൗജന്യമായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഇടയായി തീരുകയും ചെയ്യും. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാകുന്നു എന്നും നാം റോമാലേഖനത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ദൈവരാജ്യത്തിലാണോ ജീവിക്കുന്നത്? ദൈവരാജ്യത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ ദൈവരാജ്യത്തിൽ ജീവിക്കാൻ പറ്റും. ആര്? രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവരാജ്യത്തിൽ ജീവിക്കാൻ പറ്റും. കാരണം അവരൊരു പുതിയ സൃഷ്ടി ആയി എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ദൈവരാജ്യത്തിലെത്തിയത്. ഒരു പുതുജനനമാണ് ഉണ്ടായത്. ആ പുതുജനനം ഉണ്ടായത് ഒരിക്കലും കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലാണ് എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം ഞാനത് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് നാം കാണുന്നത്: അവനെ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഒരു കാര്യം വ്യക്തമല്ലേ? ഒരു പുതിയ ജനനം എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ് ജനിച്ചത്. അവർ രക്തത്തിൽ നിന്നല്ല ജനിച്ചത്, അവർ ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല ജനിച്ചത്. നമ്മളെല്ലാം അങ്ങനെ ഒരു കാലത്ത് ജനിച്ചു അല്ല ഇവിടെ ഭൂമിയിൽ ഈ ജഡവാസത്തിലാണ് നമ്മളായിരിക്കുന്നു. ഓക്കെ, ശരിയാണ്. പക്ഷേ നമ്മളെയാണ് ദൈവം പുതുതായി ജനനം നൽകി ദൈവരാജ്യത്തിലേക്ക് ആക്കുന്നത്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു, പഴയത് കഴിഞ്ഞോ പോയി. അപ്പോൾ പുതിയ അനുഭവത്തിലേക്ക് ദൈവമാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അതിനെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാരംഭ സമയത്ത് പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞു. കർത്താവ് പറഞ്ഞ കാര്യം, യേശു പറഞ്ഞ കാര്യം നിക്കോദീമോസിനോട് പറഞ്ഞു, പുതുതായി ജനിക്കണമെന്ന് പറയുവാനിടയായി. എന്തിനു വേണ്ടിയാണെന്നും പറഞ്ഞു. എന്തിനു വേണ്ടിയാണ്? ദൈവരാജ്യത്തിൽ എത്തുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. അപ്പോൾ യേശു കർത്താവ് ദൈവരാജ്യം വിളംബരം ചെയ്തു. ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനുള്ളതായ ഒരു ക്രമീകരണം ദൈവത്തിൻ്റെ ഭാഗത്ത് തന്നെ ചെയ്യുവാനിടയായി തീർന്നു. നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ഓർത്താൽ മതി, വിശ്വസിച്ചാൽ മതി. ഓർത്ത് വിശ്വസിക്കണം. വിശ്വസിച്ച് ആ രക്ഷ, സൗജന്യമായി നമുക്ക് നൽകിയ രക്ഷ, അത് നമ്മുടേതായിട്ട് നാം സ്വീകരിക്കേണ്ടിയിട്ട് ഇരിക്കുന്നു. പിന്നെ ഇന്ന് ഈ സമയത്ത് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളതിലൂടെ തുടർന്ന് ചില കാര്യങ്ങളൂടെ പെട്ടെന്ന് ഓർക്കുവാണ്ടിരിക്കുക. ഈ രക്ഷ എന്ന് പറയുന്നത് ഉറപ്പുള്ളത് തന്നെയാണ്. കാരണം ഒരു പുതിയ ജന്മം ലഭിച്ചതാണ്. അത് ജനിച്ചത് തന്നെയാണ്. അതിനി മാറ്റാൻ പറ്റത്തില്ല. ജനിച്ചില്ല എന്ന് പറയുവാൻ പറ്റില്ല. കാരണം അത് ദൈവത്തിൽ നിന്നാണ് ജനിച്ചത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ജനിപ്പിച്ചത് യേശു കർത്താവ്, അല്ലെങ്കിൽ ദൈവം നമ്മളെ ജനിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് നാം വായിക്കുന്നത് 1 കൊരിന്ത്യർ 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, സുവിശേഷത്താൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. അപ്പം സുവിശേഷം എപ്പോൾ നാം കേട്ട് നാം നമ്മുടേതായിട്ടത് സ്വീകരിച്ചുവോ വിശ്വസിച്ചുവോ ആ മാത്രയിലാണ് ഈ ദൈവരാജ്യത്തിലേക്ക് നമുക്കൊരു പ്രവേശനമുണ്ട്. അതിനെ ഈ സുവിശേഷം അറിയിക്കും. സുവിശേഷം വിളിച്ചു പറയുന്നതിൻ്റെ ഒറ്റ കാര്യം അതാ. ദൈവരാജ്യ പ്രവേശനമായി ഈ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജേക്കബ്
1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് വളരെ കൃത്യമായി, സത്യവചനത്താൽ നാം വീണ്ടും ജനിപ്പിക്കുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ 1 പത്രോസ് 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ, കെടാത്തതിനാൽ അത്രേ നാം ജനിച്ചിരിക്കുന്നു. നാം ഒരിക്കൽ ജനിച്ചത് കെടുന്ന ബീജത്താലാണ്. അതാണ് മരണം കൊണ്ട് ഇവിടെ ഈ ശരീരം ഇവിടെ അവസാനിക്കും, നമ്മുടെ ജീവിതം ഇവിടെ തൽക്കാലികമായി അവസാനിക്കുന്നു, അല്ലേ? അപ്പൊ കെടുന്ന ബീജം കൊണ്ടാണ് ജനിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ വചനമാകുന്ന ആ സീഡ് അത് നമ്മളിൽ വീഴുകയാണ്. അത് ഏറ്റെടുക്കുന്നവർക്ക്, അത് ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് അവർക്കൊരു പുതിയ ജന്മം ലഭിക്കുക. ആ പുതിയ ജന്മം ലഭിച്ചവരുടെ ജന്മം എന്ന് പറയുന്നത് എവിടെയാണ്? ദൈവരാജ്യത്തിലാണ്. അപ്പോൾ അത് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴുണ്ട്, ഇപ്പൊ നമ്മളത് അനുഭവിക്കുന്നു. കാരണം കർത്താവ് പറഞ്ഞില്ലേ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അതെവിടെയാണ്? അതാണ് ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭ എന്ന് പറയുമ്പോൾ കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത, ആർക്കും തർക്കാൻ പറ്റാത്ത, നമ്മുടെ ദൃശ്യമായി കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യമായിരിക്കുന്ന കർത്താവിൻ്റെ സഭ. ഈ കർത്താവിൻ്റെ സഭയിലാണ് പുതിയ ജന്മം കൊണ്ട്, വീണ്ടും ജന്മം കൊണ്ട്, നാം ബോൺ അഗൈൻ ക്രിസ്ത്യൻസ് എന്നൊക്കെ പറയാറുണ്ടല്ലേ? കറക്റ്റാണ്. വീണ്ടും ജനിച്ച ഒരു വ്യക്തി, വീണ്ടും ജനനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അങ്ങനെയുള്ളവരെ ഇവിടെ ദൈവസഭയിലായിരിക്കുന്നു. ഈ ദൈവസഭ എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ളതാണ് അടുത്ത വിഷയം. അത് ഈ ഭൂമിയിൽ എവിടെയാണ് കാണുന്നത്? നാം കാണുന്ന സഭകളിൽ ഒരുപാട് സഭകളുള്ളതുകൊണ്ട് എവിടെയാണ്, എങ്ങനെയാണെന്ന് കൺഫ്യൂഷനാണ് പലപ്പോഴും, അല്ലേ? അത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകും. കർത്താവ് പഠിപ്പിച്ചു സഭ ഏതാണെന്ന്. അപ്പോസ്തലന്മാർ നമുക്കത് കാണിച്ചു തരുവാനിടയായി. ദൈവത്തിൻ്റെ സഭ ഏതാണ്? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് ദൈവസഭ എന്ന് പറയുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മക്കള് ഒരുമിച്ച് കൂടി വരുന്ന ഒരു സ്ഥാപനം. അതാണോ? ഒരു കെട്ടിടമാണോ? നോ, ഒരിക്കലുമല്ല. ഒരു കെട്ടിടമല്ല. ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ, ഈ സുവിശേഷത്താൽ ഇത് അംഗീകരിച്ച് ദൈവത്തെങ്കിലേക്ക് കടന്നു വന്ന വ്യക്തികൾ ഭൂമിയിൽ എത്ര പേർ? 2-3 പേര് തുടങ്ങി ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞ 2 പേരെങ്കിലും, 3, 4, 30, 300 എത്ര വേണേലുമുള്ള ഒരു കൂട്ടം. ആ കൂട്ടത്തിൽ എത്തുമ്പോൾ ആ കൂട്ടത്തിലാണ് കർത്താവ് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ കർത്താവുള്ള നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, അല്ലേ? അതാണ് ദൈവരാജ്യം. ഈ ഭൂമിയിലെ അക്ഷരീയമായ ഒരു ദിവസം നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കപ്പെടും. തീർച്ചയായും അത് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ വേണ്ടി പോകുന്നു. അതെല്ലാം ഓക്കെയാണ്, അതെല്ലാം ദൈവം ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്തെല്ലാം ആയിരിക്കണം? ഇവിടെ നമ്മൾ നീതിയിലും സമാധാനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിലും ആയിരിക്കണം. പരിശുദ്ധാത്മാ സന്തോഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലായി എന്നുള്ളതായ ആ പരമോന്നതമായ സന്തോഷം, നമ്മുടെ ന്യായവിധി മാറി എന്നുള്ള ആ സന്തോഷം, ദൈവരാജ്യത്തിൽ ഞാൻ എത്തി എന്നുള്ള സന്തോഷം. എഫെസ്യർ ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിരിക്കുന്ന പറഞ്ഞ്. വാസ്തവത്തിൽ നമ്മുടെ വ്യക്തിത്വം, നമ്മളിൽ നാം എന്ന് പറയുന്നതായ ആ ആളത്വം സ്വർഗത്തിൽ, അഥവാ ദൈവമക്കളുടെ ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നിടത്ത്, നീതിക്കും സമാധാനത്തിനും നിലകൊള്ളുന്നിടത്ത്, പരിശുദ്ധാത്മാവിൽ ഉള്ളതായ സന്തോഷം, അതാണ് ദൈവസഭ. ഈ ദൈവസഭയിലായിരിക്കുന്ന വ്യക്തികൾ ഇനിയും അവർ ആ സഭയിൽ നിന്ന് കൈവിടപ്പെട്ടു പോകുന്നുണ്ടോ? ഇതാണ് ചിന്താവിഷയം. അങ്ങനെ ഒരിക്കൽ കർത്താവിലായി ആയിരിക്കുന്ന ഒരു വ്യക്തി ഏതെങ്കിലും കാരണവശാൽ ദൈവത്തിൽ നിന്നും അല്ല ദൈവസഭയിൽ നിന്നും അവര് തള്ളപ്പെടുന്നുണ്ടോ? അനേകരുടെ സംശയവും അനേകരുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ
പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അത് തന്നെയാണ്. ഞാൻ ശരിയല്ല, പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നതേ ഉള്ളൂ. അങ്ങനെയല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവളാണോ? രക്ഷിക്കപ്പെട്ടവനാണോ? അഥവാ നിങ്ങൾ പുതുജന്മം പ്രാപിച്ചവളാണ്? ആർ യു ബോൺ അഗൈൻ ക്രിസ്ത്യൻ? നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തിയാണോ? വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ പിന്നീട് അത് മരണമില്ല, അത് നിത്യജീവനാണ് പ്രാപിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജീവനാണ് പ്രാപിച്ചത്. ദൈവത്തിൻ്റെ ജീവൻ നിത്യജീവനാണ്, അത് എന്നേക്കുമുള്ളതാണ്. അതുകൊണ്ട് അത് ഇടയ്ക്ക് ഇല്ല, പോകുന്നില്ല, അത് എന്നേക്കുമുള്ളതാണ്. അപ്പോൾ നമ്മുടെ ദൈവരാജ്യത്തിലേക്ക് ഒരു ജന്മം കൊണ്ട് ദൈവരാജ്യത്തിൽ നാം ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് ഈ ഭൗമിക ജീവിതം, ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരനായി. ഓസ്ട്രേലിയയിൽ ജനിച്ചവനാണെങ്കിൽ ഓസ്ട്രേലിയക്കാരനാകുന്നു. നാം സ്വർഗത്തിൽ ജനിച്ചവരാണെങ്കിൽ, ദൈവരാജ്യം ജനിച്ചവനാണെങ്കിൽ അവിടുത്തെ ആളാകുന്നു. അതാണ് ഫിലിപ്പിയനിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ പൗരത്വം എവിടെയാണ്? പൗരത്വം, സിറ്റിസൺഷിപ്പ് എവിടെയാണ്? സ്വർഗത്തിലാകുന്നു. ഇനി ഇതിന് മാറ്റമില്ല. ഒരിക്കൽ നാം ഈ ലോകത്തിലായിരുന്നു, പിശാചിൻ്റെതായ ലോകത്തിൽ, പാപത്താലും അതിക്രമങ്ങളാലും ഒക്കെ ബന്ധിക്കപ്പെട്ടവരായിരുന്നു. നമ്മെ അവിടുന്ന് സ്വാതന്ത്ര്യ ദൈവം വരുത്തി. ഇന്ന് നാം ആയിരിക്കുന്നത് തികച്ചും സ്വാതന്ത്ര്യമുള്ള, അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. ദൈവസഭ ആരെയും ബന്ധിച്ചിടുവാനുള്ള ഒരു സങ്കേത കേന്ദ്രമല്ല ദൈവസഭ. ദൈവത്തിൻ്റെ സഭ എന്ന് പറഞ്ഞ തികച്ചും ഫ്രീഡമുള്ള, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമുള്ള, ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം പഠിക്കുവാനും ദൈവവചനത്തൊത്തവണ്ണം ജീവിക്കുവാനും കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിലകൊള്ളുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സംവിധാനമാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ. അത് മനുഷ്യരുടെയല്ല, മനുഷ്യരുടെ നിയമങ്ങൾക്കും സംഘടന